എൻ്റെ പേര് മനോജൻ. മലപ്പുറം ജില്ലയിലാണ്, വാഴൂർ പഞ്ചായത്തിൽ. വാഴൂർ പഞ്ചായത്തിൽ പൊന്നേമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിന്ന് ഏകദേശം 1, 2, 3, 4, 5, 6, 7 കായ ഇതൊന്ന് പറിച്ചിന് മുന്നേ. 1, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 കായ. നല്ല വൃത്തിയുള്ള കായ 20 ഉണ്ട്. പിന്നെ ഒരു 10-20 എണ്ണം വൃത്തി കുറവുള്ള കായ ഇതിലുണ്ട്, ഈ മരത്തിലുണ്ട്. അപ്പോൾ ഈ 20 കായ ഇതുപോലെ മരത്തിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് അമിത ലാഭം തന്നെ ഉണ്ടാകുക. പക്ഷെ അത് ഇതിൽ 20 എണ്ണമൊക്കെ നല്ല കായ നമുക്ക് വിൽപ്പനക്ക് പറ്റിയതുണ്ടാവുള്ളൂ. മറ്റേത് വിൽപ്പനക്ക് പറ്റില്ല എന്നല്ല പറഞ്ഞാൽ, ഒരു കണ്ണിന് മുകളിൽ 2 ഒന്ന് ചെറുതായിരിക്കും. അത് മധുരത്തിൻ്റെ കുറവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ആരെയും സ്നേഹിതന്മാർ വരിക, ബന്ധുക്കളാരും വരിക, അതിനൊക്കെ കൊടുക്കാനുള്ള സാധനം എക്സ്ട്രാ കിട്ടും. പരിപാലിക്കല്ല, ഏകദേശം പരിപാലിച്ചാൽ ഇതേപോലെ കായ ഉണ്ടാവും. പക്ഷേ ഒരു വർഷത്തിൽ കൂടുതൽ ഇത് പ്രതീക്ഷിക്കരുത്. നമ്മൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ, ഇത് റെഡ് ലേഡി എന്ന് പറഞ്ഞൊരു റെഡ് ലേഡി F1 എന്ന് പറഞ്ഞൊരു സാധനമാണിത്. ഇത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ ഏകദേശം 1000 ഉറുപ്പ്യ ഒരു വർഷത്തിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് കിട്ടും. അത് നടന്ന നമ്മളെ ഭാഗ്യം ഉണ്ടാവും. അതിന് വരും. ഇതിന് വൈറസിൻ്റെ ഒരു സൂക്കട് വരാണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നൊന്നുമില്ല. പിന്നെ വേഗം മരം മുറിച്ച് ഒഴിവാക്കാന്നുള്ളൂ. പിന്നെ പ്രകൃതിയിലെ ജീവികളെ ശല്യം ഒരു വരുന്നത് പന്നി, മുള്ളമ്പന്നിയൊക്കെ ശല്യമുണ്ട്, കുരങ്ങൻ്റെ ശല്യമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു മരത്തുമ്പോൾ 1000 ഉറുപ്പ്യക്ക് നമുക്ക് അസുഖമില്ലാതെ കിട്ടണം കേട്ടോ. അസുഖം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചാനലിലൊക്കെ പറഞ്ഞു തന്നിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമില്ലാതെ, വൈറസിൻ്റെ അസുഖമില്ലാതെ കിട്ടുകയാണെങ്കിൽ ഒരു മരത്തുമ്പോൾ 1000 ഉറുപ്പ്യ കിട്ടും. അത് ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഇതിന് മുകളിൽ എണ്ണി കാണിച്ചു തരാം. പിന്നെ അത് മാർക്കറ്റ് ചെയ്യണതാണ് വലിയ പ്രശ്നം. മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇത് ഒരു കച്ചവടക്കാരന് കൊണ്ടു കൊടുത്താൽ 15 ഉറുപ്പ്യ അവർ തരുള്ളൂ. എന്നിട്ട് അവർ 50 ഉറുപ്പ്യക്ക് 60 ഉറുപ്പ്യക്ക് അവർ വിൽക്കും. അപ്പോൾ അത് ചോദിച്ചപ്പം, ഞാനത് എങ്ങനെ ആദ്യം കൊടുത്തപ്പം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇതിന് ഒരുപാട് ഡാമേജ് ഒക്കെ വരും. അപ്പം അതിന് കണക്കായിട്ട് ഞങ്ങൾ ഇരട്ടി വെക്കണം. അപ്പം നമ്മൾ തന്നെ ഡയറക്റ്റ് ഇത് വിൽപ്പന നടത്താൻ കഴിയണം. ഏകദേശം 35 ഉറുപ്പ്യ 40 ഉറുപ്പ്യ നമ്മൾ ആർക്ക് കൊടുത്താലും നമുക്ക് കിട്ടും. നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുക, പറിച്ച സമയത്ത് വിട്ട് വെച്ചിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് തല കീഴായി വെച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ ഏകദേശം ഒരു ചുവപ്പ് കളർ വരും. അടിയിലുള്ള ഒരു മഞ്ഞ വര വന്നിട്ട് ഇത് പറിക്കാൻ പറ്റുള്ളൂ. പറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കറന്നെ ഇതിന് മേലെ ആകാതെ മാറ്റി വെക്കുക. എന്നിട്ട് കൊണ്ട് കൊടുത്താൽ എങ്ങനെയായാലും 2 കിലോ, ആവറേജ് 1.5 കിലോ വരും. ഇനി എങ്ങനെയായാലും ഒരു കായക്ക് 50 ഉറുപ്പ്യ കിട്ടും, എത്ര കുറഞ്ഞാലും. പിന്നെ ഞാനിതിൻ്റെ എത്ര കിട്ടും എന്നുള്ളത് ഒരു സാങ്കല്പികമൊന്നുമല്ല. ഇപ്പോൾ ഇതിന് മുകളിലുള്ള കായ ഉണ്ടല്ലേ, ഇത് താഴെ നിന്ന് ഇങ്ങനെ പറിക്കുമ്പോൾ മേലത്ത് വലുതായി വരും. പിന്നെ നനവും മണ്ണും കാര്യങ്ങളും ശ്രദ്ധിച്ച് നട്ടിട്ട് പോയാൽ പറ്റില്ല. ശ്രദ്ധിച്ചാൽ മറ്റുള്ള ഒരുപാട് കൃഷിയിൽ നിന്ന് അപേക്ഷിച്ച് ഒരു ലാഭമുള്ള കൃഷിയാണ്. ഏകദേശം 2 മീറ്റർ ഗ്യാപ്പിൽ ഇത് നടണം. പിന്നെ താങ്ങ് കൊടുക്കണമെങ്കിൽ 2 ഭാഗത്തും 2 കാല് കൊടുത്ത് താങ്ങ് കെട്ടിയാൽ നിൽക്കും. പിന്നെ എൻ്റെ ഒരു ധൈര്യത്തിനും മേലധികം കായൊന്നുമില്ലാത്തതുകൊണ്ട് നിർത്തണം. ഞാൻ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഇതിങ്ങനെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. ഇത് മാത്രമല്ലാത്തതുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ. ഇത് സ്വന്തം കൊണ്ട് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ ഒരു 50 സെൻറ്റൊക്കെ ഉണ്ടിച്ചാൽ സുഖമായിട്ട് ഒരു വാർഷിക വരുമാനമല്ല, ഒരു 6 മാസം കഴിഞ്ഞാൽ കായ പറിച്ച് വിൽക്കാൻ തുടങ്ങാം. അത് മഴ ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്തായാലും ഒരു വർഷം ഒരു മരം നിലനിൽക്കുള്ളൂ. കൂടുതൽ നിന്നൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. കാറ്റടിച്ചിട്ടും പല കാരണങ്ങളാലും ആ 6 മാസത്തിൽ നിന്നും കഴിഞ്ഞിട്ട് 4 മാസം കൊണ്ട് നമുക്ക് 1000 ഉറുപ്പ്യ കിട്ടും. 10-11 മാസം കൊണ്ട് നമുക്ക് 1000 ഉറുപ്പ്യ ഇതിന് പരിപാലിച്ചാൽ കിട്ടും. നട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അധികം രാസവളങ്ങളൊന്നും വേണ്ട, വേറെ മറ്റുള്ള കീടനാശികൾ അധികം വേണ്ട. ജൈവവളം നന്നായിട്ട് ഉപയോഗിക്കുക, അതൊന്നും ചെയ്യാൻ തരും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ അടുത്ത് പറയാൻ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, വെർമി കമ്പോസ്റ്റ് ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റിൻ്റെ സ്ലറി ഉപയോഗിക്കുക, ആട്ടുകാട്ട് ഉപയോഗിക്കുക, കോഴിക്കാട്ട് ഉപയോഗിക്കുക. പിന്നെ ആട്ടുംകാട്ടും ചാണകപ്പൊടിയും കൂടി ട്രൈക്കോഡർമ കൂട്ടി മിക്സ് ചെയ്ത് വെക്കുക. ഞാനത് ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് മിക്സ് ചെയ്തിട്ട് 15 ദിവസം ട്രൈക്കോഡർമ, ചാണകപ്പൊടി, ആട്ടുംകാട്ടം, പിന്നെ വേപ്പ് മണ്ണാക്ക്, ഇത് 3 കൂടിയാണ് മിക്സ് ചെയ്യുക. അത് 3 കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് 15 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രാവശ്യം മിക്സ് ചെയ്ത് നനവ് ഉള്ളത് ചലച്ചാക്ക് പോലെ സാധനമായിട്ട് മൂടി 15 ദിവസം കഴിഞ്ഞ് 2 പ്രാവശ്യം ഇളക്കിയിട്ടാൽ അതൊരു വെള്ള നിറത്തിൽ പൂപ്പൽ വരും. ആ സമയത്ത് അത് നമുക്ക് 2 മാസമൊക്കെ സ്റ്റോക്ക് ചെയ്യാം. അത് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല ഒരു ജൈവവളമായിട്ട് മാറുന്നതാണ്
ഇങ്ങനെ അത് യൂട്യൂബിൽ കണ്ടിട്ടും പിന്നെ അന്നത്തെ കൃഷി ഓഫീസർമാർ എന്ന് പറഞ്ഞിരുന്നത് ചെയ്തിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഭാഗം ഞാൻ ചെയ്തത്. പിന്നെ ചാണകം കലക്കി വിളിക്കും ചെയ്യുന്നുണ്ട്. തൈ ഇത് കഴിഞ്ഞ വർഷം ഞാൻ കൊണ്ടുവന്നത് വയനാട്ടിൽ അമ്പലവയലിൽ നിന്ന് തൈയുള്ളത്. അത് നല്ല വിജയന്. പിന്നെ അത് അത്ര രീതിയിൽ ഇത് ഇവിടത്തെ ഈ കുരങ്ങൻ്റെ ശല്യവും പന്നി ശല്യമൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പന്നീൻ്റെ ശല്യം കൊണ്ട് കുറേ മരം പോയപ്പോൾ പോകുന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സുഖം തൈ സമയത്തിന് കിട്ടിയില്ല. ഒരു തൈ ശരിക്കും നട്ട് കഴിയുമ്പോൾ 50 ഉറുപ്പ്യ ചിലവ് വരും നടാനുള്ള. അപ്പോൾ അത് എത്ര നമുക്ക് ചരിച്ചിട്ട് മണ്ണിന് ലെവലായിട്ട് അത് ഒരിക്കലും നേരെ നടാൻ പാടില്ല. ഈ മരം എങ്ങനെ നമ്മൾ ചരിച്ച് നട്ടാലും ഇത് നേരെ വരും. അത് വേണമെങ്കിൽ 1-2 മരം ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരും. അതായത് ഇത് നല്ലോണം ചരിച്ച് നട്ടാൽ മരം ഇങ്ങനെ വളഞ്ഞു വന്നാൽ മരട്ടത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. എന്നാലേ ഈ മരത്തിന് നമ്മൾ കായ താങ്ങുള്ളൂ. ഇത് ഏകദേശം ഈ മരം ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത ഇത്ര കായതിനുണ്ട്. അപ്പോൾ ഇത് കാല് പിടിച്ച് കെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീണു പോവും, പൊട്ടിപ്പോവും. അപ്പം അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ഇതിന് നിൽക്കുള്ളൂ ഈ മരത്തിന് മുകളിൽ കായ. കാരണം ഒരു 2 കിലോ ഒരു കായ ഉണ്ട്, 10 കിലോ ഉണ്ട്, 20 കിലോ ഇല്ല. ഇതിന് ആരോഗ്യം എത്രയേ ഉള്ളൂ മരത്തിൻ്റെ. അപ്പം അങ്ങനെയൊക്കെയുള്ളത് ശ്രദ്ധിക്കണം. തൈ നട്ട് 6 മാസമായാലും ഇത് പറിച്ച് നമ്മൾ പഴുത്ത സാധനം വിൽപ്പനക്ക് കഴിയും. വ്യാവസായികമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. 1 സെന്റിൽ എത്ര തൈ അങ്ങനെ എന്താണ്? 1 സെന്റിൽ എന്തായാലും 10 തൈ വെക്കാം. അതിൽ കൂടുതലൊക്കെ വെച്ചാൽ അതായത് മരത്തിന് അത്ര ആരോഗ്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. 2 മീറ്റർ സ്ക്വയറിൽ ചെയ്യാം. വെള്ളം ശരിക്കും എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചുവട് ഭാഗം ശരിക്കും പൊങ്ങി തന്നെ വരണം. ഒരിക്കലും ഇത് വെള്ളം നിൽക്കാൻ പാടില്ല. വെള്ളം നിന്നാൽ ഇത് വളരെ നൈസായ ഒരു സാധനം തട, ഇതിനുള്ളിൽ വെള്ളം. അപ്പോൾ ഇതിന് ഈ കോട്ടിങ്ങിന് വെള്ളത്തിന് ബുദ്ധിമുട്ടായത് മരം മറിഞ്ഞു വീഴും. പിന്നെ വേരിനൊന്നും അത്ര ആരോഗ്യമുള്ളതല്ല. വെള്ളം തട്ടിയാൽ ഇത് പോവും. അപ്പോൾ ഒരിക്കലും ഇതിന് ചുറ്റുഭാഗത്ത് വെള്ളം നിന്ന് കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു മീറ്റർ സ്ക്വയറിലെങ്കിലും ഒരു വെള്ളം നിൽക്കാൻ പാടില്ല. മേലോട്ട് ചായ കരുതാണ്. കാരണം ഒന്ന് ഇവിടെ ഞാനിത് കൃത്യമായിട്ട് നനച്ചില്ല. നനൻ്റെ വെള്ളം അതായത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാന്നുള്ള പല കാരണങ്ങൾ. ഇത് കുറച്ച് മരമുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ലീവ് എടുത്തിട്ട് നനച്ച് നിന്നാൽ അതിന് സാമ്പത്തിക ബെനിഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ലാഭത്തിനുണ്ട് ഇതിനുള്ളത്. പക്ഷേ ഇതിന്ന് മൊത്തത്തിൽ കിട്ടി എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടുള്ളൂ. നിലവിൽ ഇത് ഇത്രയും മരം ഇല്ലാത്ത കായ അപ്പുറത്തുണ്ട്. എന്നാലും ആവറേജ് ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇത്ര കായൻ്റെ 1,000 ഉറുപ്പിക ഒരു കളി ഉണ്ടാവില്ല. പക്ഷെ അത് മാർക്കറ്റ് നമ്മൾ ചെയ്യണോ, അല്ലാതെ കടയെ കൊണ്ടു കൊടുത്താൽ ഒരു കായക്ക് 20 ഉറുപ്പിക ഇട്ടാലൊന്നും അത് നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഷോപ്പുകാരായിട്ട് നമ്മൾ കണ്ടെത്താൻ ഉണ്ടാക്കുക. അതുണ്ട് ഒരു ധാരണയിലെത്തിയിട്ട് അവിടെ നിന്ന് അവരോട് പറയാം ഇത് കേടാണെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും. മധുരം ആൾക്കാർ വന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് മധുരം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാം. ആ ഗ്യാരണ്ടിയിൽ ഇത്ര പൈസക്ക് വിൽക്കണം, ഇത്ര നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് വിജയിക്കും. നേന്ത്രവായനേക്കാളല്ല മറ്റൊരുപാട് കൃഷിനേക്കാളും ലാഭം തന്നെയാണ്. നേന്ത്രവാഴക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം അത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അതിന് മേക്കൽ പോയി നോക്കിയില്ല നേന്ത്രവാഴ ഉണ്ടാവില്ല. പിന്നെ കാറ്റടിച്ച് വീഴുക. 10 മാസം കാത്തു നിന്നാലാണ് ലാഭമാണോ നഷ്ടമാണെന്ന് അറിയാം. പക്ഷേ ഈ പപ്പായക്ക് അടുത്ത വർഷക്കാലങ്ങളിലൊന്നും 50ൻ്റെ താഴോട്ട് വില പോയില്ല. അപ്പോൾ 50ൻ്റെ താഴോട്ട് ഒരു കിലോ പോകാഞ്ഞാൽ ഇതല്ലേ ലാഭം. കഴിഞ്ഞ വർഷം 26 ഉറുപ്പിക 25 ഉറുപ്പിയാണ് നേന്ത്രവാഴക്ക് വില ഉണ്ട്. അത് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എത്ര വ്യത്യാസമുണ്ട്. ഇതിൽ 1000 ഉറുപ്പിക കിട്ടാൻ 50 ഉറുപ്പിക മുടക്ക് നേന്ത്രവാഴൻ്റെ ഒരു കന്ന് കൊണ്ടുവന്ന് നട്ട് അതിന് 2 അല ആകുമ്പോൾ 50 ഉറുപ്പിന് മേലെ വരും. അതിൻ്റെ 50 ഉറുപ്പിക്ക് ഇത് നട്ട് കഴിയല്ലോ. ചിലവ് കുറവാണ്. 2 കിലോ ഉണ്ടാവും. ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ അതൊന്ന് 3,200 വരെയുള്ളൊക്കെ പറിച്ചു. അത്ര എന്താ പറയുക ആ രീതിയിലുള്ള ഒരു ഇതിന് ശ്രദ്ധിക്കാത്തതിന് കാരണം ഒന്ന് ഇത് പന്നീൻ്റെ ശല്യം കൊണ്ടൊക്കെ കുറേ മരം പന്നി നശിപ്പിച്ച്, പിന്നെ എണ്ണം കുറവ് അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ട് ഫുള്ള് നിന്ന് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവില്ലോ. മറ്റു മാർഗങ്ങളിൽ പോകുന്ന ആളായതുകൊണ്ട് മാർക്കറ്റ് 2 ഒരേപോലെ തന്നെയാണ്. പക്ഷെ നീണ്ടതാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, നീളുള്ളത്. പക്ഷെ അത് മധുരം ഉണ്ടാവില്ല എന്നൊക്കെ ചെറിയ ധാരണ. ചിലത് നല്ല മധുരം മറ്റേതിനുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് വളത്തിലാണെന്നൊന്നും പലതും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ടേക്ക് ഇത് പ്രത്യേകത ഒന്നും അതിന് ഇല്ല. പക്ഷേ ഉരുണ്ടതിന് ഉൾഭാഗം ഇത്തിരി പൊള്ളയായിരിക്കും. മറ്റേത് ഏകദേശം തൂക്കം കൂടുതൽ വരും, കട്ടിയുണ്ടാവും. അത് ഇതിലിപ്പോൾ ഇവിടെ ഇതിൽ 2 ഉണ്ടായിന് ഈ മരത്തിന് മുകളിൽ. അപ്പോൾ മരത്തിൻ്റെ ഒരു വിത്ത് നട്ടാൽ അത് നീളം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല.
ഇതിന് മുകളിൽ ഉരുണ്ടതും കായ്ച്ചിന്, രണ്ടും കായ്ച്ചിന്. അപ്പോൾ ഈ ഒരു മരത്തിന് മുകളിൽ ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് ഇതിൻ്റെ അത് പ്രകൃതിൻ്റെ ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഇതിന് നേരെ മറിച്ചിട്ട് ഇതിന് കേടായി വരുന്നതൊക്കെ ഇതിൻ്റെ ജീവാണുവിൻ്റെ കുറവിൽ വരുന്നതാണ്. ഈ വക കൊഴിഞ്ഞു പോണതല്ല, ഇതുപോലത്തെ ചെറിയ ഒരുപാട് മിസ്റ്റേക്കുള്ള കായ ഉണ്ടല്ലോ, വികലാംഗരെ പോലുണ്ട്, അതൊക്കെ ബോറോണിൻ്റെ ഒക്കെ കുറവ് കൊണ്ട് വരുന്നതാണെന്നാണ് നമ്മളെ ജീവനക്കാർ, കൃഷി ജീവനക്കാരൊക്കെ വന്നപ്പോൾ പറഞ്ഞു തന്നത്. എന്തായാലും ശ്രദ്ധിച്ചാൽ നല്ല ലാഭമുള്ളൊരു പരിപാടിയാണ്, കുഴപ്പമില്ലാത്തൊരു കൃഷിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് തൈ അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ. ആ തൈയൊന്നും ഗ്യാരണ്ടീഡ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നുണ്ട് വിശ്വാസമുള്ള ആളല്ലേ. കാരണം എനിക്കിപ്പോൾ വേണേൽ ഇതിൻ്റെ പഴുത്ത കായ എടുത്തിട്ട് തൈയാക്കാം, ഫുള്ളായിട്ട് മുളയ്ക്കും. ഇത് വാങ്ങാൻ ആൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സമയത്തിന് കായ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈബ്രിഡ് തൈ നല്ല വിശ്വാസമുള്ള ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടാലേ ഒരു കർഷകന് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ചിട്ട് നമുക്കിപ്പോൾ വീട്ടിലൊരു 4 മരം തടണമെങ്കിൽ ഇതിൻ്റെ ഈ പഴുത്ത കായ എടുത്തിട്ട് അതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചാൽ മതി. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നീളമുള്ള കായുണ്ട്, ഉരുണ്ട കായുണ്ട്. അത് വിത്ത് ഏത് വിത്ത് വെച്ചിട്ടാലും 2 രീതിയിലും വരും. ഉരുണ്ട കായ എടുത്താൽ നീളമുള്ള വെന്നു വരും, നീളമുള്ള എടുത്താൽ ഉരുണ്ട് വന്നു വരും. അപ്പോൾ അതിന് നീളമുള്ള കായ കിട്ടണം എന്നുള്ളത്, ഉരുണ്ട കായ കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ഇതിൻ്റെ 3 വർഷത്തെ ഇതിൽ മായാജാലമൊന്നും അതിലില്ല. ഇത് മാത്രമല്ല, ഇതിൽ പല സാധനങ്ങളുണ്ട്. അത്യാവശ്യം ഒരു കുടുംബത്തിലേക്ക് ഒരു ഞാൻ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാത്ത രീതിയിൽ ഇത് മുരിങ്ങേൻ്റെ മരമാണ്. അപ്പുറത്ത് കരിവേപ്പ് സ്വന്തമായിട്ടുണ്ട്, പച്ചമുളകുണ്ട്, വഴുതനുണ്ട്, ചേന ഉണ്ടായിനി. ചേന പന്നി കുറേ കൊണ്ടുപോയി, ബാക്കി ഞാനും കുറേ കൊണ്ടുപോയി. പിന്നെ മത്തൻ ഇന്നലെ ഓണത്തിൻ്റെ വിഷുവിന് മാർക്കറ്റിലേക്ക് മത്തൻ ഉണ്ടായിന് കൊടുക്കാൻ. പിന്നെ ആർക്കെങ്കിലും ഈ എയറോ റൂട്ടിൻ്റെ പൗഡർ വേണമെങ്കിൽ ഏകദേശം ഒരു 20-25 കിലോൻ്റെ അടുത്തുണ്ട്. അത് ഇവിടെ ഇപ്പോൾ വിളവെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏത് ലാബ് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കുക, എത്ര വേണമെങ്കിലും. ആ ലാബ് കൊണ്ടുപോകാനുള്ള ചിലവ് ഞങ്ങൾ തരും. കംപ്ലൈൻ്റ് ആണെങ്കിൽ ഞാൻ തരും, കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ വഹിക്കുക. ആ രീതിയിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ സാധനം തരാനുണ്ട്. അതൊക്കെ ഇവിടെ കൃഷിയായിട്ടുണ്ട്. ജൈവ വേറെ ഒന്നും പ്രത്യേകിച്ച് പിന്നെ വളങ്ങളൊന്നും ചെയ്യേണ്ട സാധനമല്ല എയറോ റൂട്ടൊന്നും. അത് കൃഷിയായിട്ട് പരീക്ഷണാടിസ്ഥാനം ഉണ്ടാക്കിയതാണ്. നല്ല വിളവുണ്ടായിന്. എന്താ പറഞ്ഞത് 96 45 801 436 ഈ നമ്പറിൽ വിളിച്ചാൽ. പിന്നെ മഴക്കാലത്ത് ഒരു നല്ല എല്ലാവിധ പച്ചക്കറി ഉണ്ടാവും. അത് കാലാവസ്ഥക്കനുസരിച്ച് ചെയ്യണതാണ്. അടുത്ത വർഷം മുതൽക്കൊന്ന് വേറെ പല രീതിയിലേക്ക് ഇത് ചെയ്യാമെന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തമൊന്നും ഉണ്ടായില്ലെങ്കിൽ കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. എന്താ പറയുക, പല ആൾക്കാർക്കും ഇത് തോട്ടത്തുനിന്ന് പറിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കാണാൻ ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചിന്താഗതികളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഫാം ടൂറിസം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അതായത് ഫാം ആൾക്കാർ വരിക, ഒരു ഞായറാഴ്ച തിങ്കളാഴ്ച ലീവുകളെന്ന് വരുമ്പോൾ വിളിച്ച് പറഞ്ഞ് വരിക, നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ തിന്ന് അവർക്ക് തന്നെ പറിച്ചെടുക്കുക. ആ ഒരു രീതിയിലുള്ളൊരു കൃഷീൻ്റെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത വർഷത്തേക്ക്. അവർ ആരാണോ ഒരു കുടുംബസമേതം വരിക, വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം അവർ തന്നെ ഇവിടുന്ന് പറിക്കുക, എന്നിട്ടത് സെയിലാണ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ആലോചിക്കുന്നുണ്ട്. അടുത്ത വർഷം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.